ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ ശരി, നമ്മൾ അടുക്കളയിൽ വന്ന് നോക്കുമ്പോഴേക്കാണെങ്കിൽ അതാ ഇന്നലെ വെച്ച പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകാൻ കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഗ്യാസ് സ്റ്റവൊക്കെ ആകെ അലമ്പായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ വൈകുന്നേരം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതുപോലെ വൈകിട്ടാണ് ഞങ്ങൾ പോയി മീൻ വാങ്ങിയിട്ട് വന്നത്. അത് കാരണം കൊണ്ട് തന്നെ അത് നേരാക്കി കറി വയ്ക്കലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നന്നായി ലേറ്റായി. പിന്നെ ഇതൊന്നും ക്ലീൻ ചെയ്തിടാനൊന്നും നിന്നില്ല, നേരെ പോയി കിടക്കുകയാണ് കേട്ടോ ചെയ്തത്. വൈകുന്നേരം ഇതൊന്നും ക്ലീൻ ചെയ്തില്ല എന്ന് വെച്ചും പാത്രം കഴുകിയില്ല എന്ന് വെച്ചൊന്നും രാവിലെ എനിക്ക് എന്താ പറയുക, വീട്ടിലത്തെ പണികൾക്കൊന്നും വലിയ പ്രയാസവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, മീൻകറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കിയാൽ തന്നെ ആ മീൻകറി കൂട്ടിയിട്ട് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്കാണിച്ചാലും ചോറ് മാത്രം വെച്ചാൽ മതി, മീൻകറി ഉണ്ടാവും. അപ്പോൾ ആ പണിയും ഇല്ല. അപ്പോൾ പിന്നെ കറി വെക്കേണ്ട പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മളുടെ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ചായയും ദോശയൊക്കെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ശരിക്കും രാവിലെ ഇനിയിപ്പോൾ ചായയും ദോശ തന്നെയല്ലേ വെക്കാനുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രയാസമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം ഞാൻ നേരെ നമ്മളുടെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് പാത്രം കഴുകാണ്ട് നമ്മൾ വേറെ ദോശ ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നാൽ പിന്നെ എല്ലാ പാത്രങ്ങളും കൂടെ അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടാവും. അപ്പോൾ ഈ കഴുകാനുള്ള പാത്രങ്ങളിൽ നിന്ന് തന്നെ എന്താ പറയുക, ദോശ ഉണ്ടാക്കാനുള്ളൊക്കെ പാത്രങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ കഴുകി വെച്ചത് എടുക്കണ്ടേ. അങ്ങനെ കഴുകി വെച്ചത്, ഈ പാത്രങ്ങൾ കഴുകാണ്ട് കഴുകി വെച്ചത് എടുക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ ആ പാത്രവും ഈ പാത്രവും എല്ലാം കൂടിയായിട്ട് ഒരുപാടായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. അങ്ങനെ നമ്മളുടെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാ ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പൊടി ഇട്ടിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ കുറേ ഞാൻ പറയാറുണ്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ ദോശച്ചട്ടി ഇല്ല എന്നുള്ള അല്ലല്ലാവത്താവുന്ന എന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ദോശച്ചട്ടി മേടിച്ചപ്പോൾ പിന്നെ ദോശയിൽ ഓരോ പരീക്ഷണങ്ങളായി കേട്ടോ. പിന്നെ അത് പൊതുവേ ഇവിടെ ഉള്ളതാണ്, ദോശയിലുള്ള ഓരോ പരീക്ഷണങ്ങൾ. നമ്മുടെ ദോശച്ചട്ടിയുടെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയതോടെ നമ്മുടെ എല്ലാവിധ പരീക്ഷണങ്ങളും നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമ്മളുടെ ദോശച്ചട്ടിയൊക്കെ സെറ്റായപ്പോൾ നമ്മൾ വീണ്ടും ദോശയിൽ ഓരോ പരീക്ഷണങ്ങളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് പൂമ്പാറ്റ പായസം വേണം പറഞ്ഞിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തിട്ടൊരു നെയ് റോസ്റ്റ് പോലെയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ പൂമ്പാറ്റയ്ക്കുള്ള വെള്ളം കുടിക്കാനുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ജീരകം ഇട്ടു. അതിന് ശേഷം പിന്നെ എന്താ പറയുക, ഒരു തുളസിയുടെ ഇല തിരുമ്മിയിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് അങ്ങനെയും മൂടി വെച്ചു. ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ഉണ്ടാക്കുമ്പോൾ അതിലിട്ട് തിളപ്പിക്കാറില്ല കേട്ടോ തുളസിയൊന്നും. പിന്നെ എന്താ പറയുക, നല്ല തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ജീരകം ഇട്ട് കൊടുത്ത് തുളസിയുടെ ഇലയൊക്കെ ഒന്ന് തിരുമ്മിയിട്ട് ഇട്ടെടുക്കും, ഒന്ന് ചാറാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മുടെ മീൻ കറി അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തത് കുറച്ച് ഇരിക്കുന്നുണ്ട്, ഇന്നലെ കഴിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കാൻ പോയപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, ദോശ അവിടെ ഇരുന്നിട്ട് കണ്ടോ ചട്ടിയിൽ നിന്ന് വിട്ടു പോന്നിരിക്കണു. ഞാൻ വിടുത്തിയെടുക്കണില്ല എന്ന് കണ്ടപ്പോൾ ദോശ സ്വയം വിട്ടു പോരാനുള്ള ശ്രമം നടത്തിയതാണെന്ന് തോന്നുന്നു. ഒരു പുറങ്ങനെ വിട്ടിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പൂമ്പാറ്റയ്ക്ക് ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കണം. അതിന് കുറച്ച് ക്യാരറ്റൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഉപ്പേരിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ മീൻ കറി ഒന്ന് തിളപ്പിക്കണം കേട്ടോ.
അങ്ങനെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂമ്പാറ്റിക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരിയും സെറ്റായിട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വെള്ളം ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ. അത് ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് ചൂടാറാൻ വെക്കട്ടെ. അങ്ങനെ അവളുടെ വെള്ളം അവിടെ ആറ്റി ആറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മീൻ കറി ഉണ്ടല്ലോ, ഞാൻ തിളപ്പിക്കുന്നതിന് മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. എനിക്ക് ഈ തിളപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടം തിളപ്പിക്കാത്ത മീൻ കറിയാണ് കേട്ടോ തലേ ദിവസത്തെ. പിന്നെ അതാ നമ്മുടെ പൂമ്പാറ്റക്കുട്ടിക്ക് ഇതാ നമ്മൾ കൊണ്ടുപോകാനായിട്ട് സ്നാക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഉപ്പേരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. കൂടെ അവളുടെ കൂട്ടുകാരൻ ബബ്ലും ഉണ്ട്. അവൻ്റെ വേറെ സ്കൂളാണ് കേട്ടോ. അവൻ്റെ വണ്ടി നേരം വൈകിട്ടാണ് വരിക. പക്ഷെ ഞങ്ങളുടെ കൂടെ അവൻ ഇറങ്ങി വരുന്നേ ഉള്ളൂ. അവിടെ അവൻ്റെ സ്കൂളിൽ തന്നെയുള്ള വേറൊരു കുട്ടിയുണ്ട്, അവിടെ അവൻ നിൽക്കും. എന്താ ഞങ്ങൾ വന്നപ്പോഴേക്കാണ് വെച്ചാൽ കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും പ്രത്യേകിച്ച് ഒരു പണി ഉണ്ടായിരുന്നില്ല, പക്ഷെ ലേറ്റായി. വണ്ടി അങ്ങോട്ട് പോയിട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോഴാണ് ഞാൻ ഇവിടെ അധികം കയറ്റി വിടാറ്. പക്ഷേ ഇപ്പോൾ തിരിച്ച് വരുമ്പോഴാണ് കേട്ടോ ഞാൻ കയറ്റി വിട്ടത്. അത് കഴിഞ്ഞ് ഞാൻ എന്താ വീട്ടിൽ വന്നപ്പോഴേക്ക് എന്താ പറയുക, ചോറ് വയ്ക്കാണ്ട് കേട്ടോ പോയിണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മളിപ്പോൾ റേഷനരിയാണ് നമ്മൾ സാധാ മേടിക്കാറ് പുറത്തുനിന്നാണ്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് റേഷനരിയാണ് കേട്ടോ ഉള്ളത്. അതാണ് വെച്ചാൽ പെട്ടെന്ന് വേണ ഒരു തരം അരിയാണ്. അത് ഇട്ടിട്ട് നമുക്ക് ഒരു പണിക്കും പോകാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. കടയിലത്തെ അരിയാണെന്ന് വെച്ചാൽ പിന്നെ ഒന്നും നോക്കണ്ട, അതവിടെ അങ്ങോട്ട് അടുപ്പത്തിട്ടിട്ട് നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നാണെന്ന് വെച്ചാൽ നല്ലൊരു വെയിലുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തുണികളൊക്കെ പുറത്തിട്ടു. ഇപ്പം ഞാനത് എടുക്കുകയാണ് കേട്ടോ. ഒരു മഴച്ചാറൽ പോലെ ഇങ്ങോട്ട് വന്നപ്പോൾ കാരണം ഇതൊക്കെ നല്ലോണം ഉണങ്ങിയ തുണികളാണ് കേട്ടോ. അത് ഇനി മഴ കൊണ്ടിട്ടുണ്ട് വെച്ചാൽ പണി കിട്ടും. അപ്പോൾ ഞാൻ അലമാരയ്ക്ക് എടുത്തേക്കാൻ വേണ്ടിയിട്ട് വെയിലത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നോക്കുമ്പോൾ ആ മഴച്ചാറിൽ പോയപ്പോൾ ഞാൻ വീണ്ടും എല്ലാ തുണികളും കൂടിയിട്ട് പുറത്തേക്ക് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ അരിയിട്ടുണ്ടായിരുന്നല്ലോ, ആ അരിയിട്ട് ആ തുണിയും പുറത്തുനിന്ന് എടുത്ത് വെച്ചിട്ട് നേരെ ഞാൻ ചായ കുടിച്ചു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കുകയാണ് കേട്ടോ. ഈ ചായ കുടിക്കലും ഈ പാത്രം കഴുകലും കഴിയുമ്പോഴേക്കും നമ്മളുടെ അരി എന്തായാലും വേവും, കാരണം അതിനത്ര വേവേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി ചായ കുടിക്കലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വേഗം അരി വാർത്തേക്കാന്ന്. അങ്ങനെ അരി വാർത്തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെള്ളം കൊണ്ടുവരാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നല്ല വെയിലല്ലേ, അപ്പം പണികളൊക്കെ ഇങ്ങനെ നേരത്തെ കഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉച്ചരിഞ്ഞിട്ടുള്ള കാര്യം പറയാൻ പറ്റില്ല. ഇപ്പോഴും അങ്ങനെ ഉണ്ടാവാറ്. രാവിലെ നല്ല വെയിലും ഉച്ചരിയുമ്പോഴേക്കും ഒടുക്കാത്ത മഴയാവും ഉണ്ടാവുക. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം വെള്ളമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വെള്ളമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാനുള്ള പരിപാടി നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് തുണികൾ തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ. തുണികൾ തിരുമ്പാനാണ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ സോപ്പ് മേടിക്കാൻ പറയാൻ മറന്നു കേട്ടോ. സോപ്പ് പൊടി. അപ്പോൾ നമ്മുടെ കയ്യിലാകെ കുറച്ച് സോപ്പേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കുമ്പോൾ ഏട്ടൻ്റെ വണ്ടി കഴുകാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ഷാമ്പു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ആ കുറച്ച് സോപ്പ് പൊടി ആ ഷാമ്പു എടുത്തിട്ട് ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. പിന്നെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഈ ദിവസം തിരുമ്പുക കാരണം കൊണ്ട് തന്നെ തുണികളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ആ ഷാമ്പും ഇത്തിരി സോപ്പ് പൊടിയുള്ള ആ ഒരു കഷ്ണം സോപ്പ് എടുത്തിട്ട് ഞാൻ തുണികൾ കഴുകുകയാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ തുണി അലക്കലും ഉണക്കലും ഒക്കെ തന്നെയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തുണി കഴുകാനൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പക്ഷേ തോരയിടാനാണ് മുന്നൊക്കെ ഏറയത്ത് കൂടിയും അകത്തൊക്കെ ഇട്ടതൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടെന്ന് നല്ലതുപോലെ ഉണക്കിയെടുക്കണം. അതാണ് മെയിൻ പരിപാടി. കുറച്ച് നല്ല തുണികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി അലമാരയിൽ വെക്കാനുള്ളത് അലമാരയിൽ വെക്കണം. ബാക്കിയൊക്കെ കൊട്ടയിൽ അങ്ങനെ മടക്കി വെക്കണം. കൊട്ടയിലൊക്കെ വെക്കുന്ന തുണികളൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കണത് അവകാരമുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ അതുപോലെയല്ല നമ്മൾ അലമാരയിൽ വെക്കണ തുണികൾ കേട്ടോ. അതൊരു വെയിലൊക്കെ ഉണ്ടിച്ചാൽ നന്നായി ഉണങ്ങി കിട്ടിയാൽ അതാണ് നല്ലത്. പക്ഷേ ഇന്നൊരു 2-3 തവണ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മഴകൾ വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ പിന്നെ വീണ്ടും എടുത്തിട്ടതാണ് കേട്ടോ. പിന്നെ അവസാനം എനിക്ക് ആകെ വെറുപ്പായി. 2-3 തവണയായല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ഇന്ന് തിരുമ്പിയത് മാത്രം ഇട്ടിട്ട് ഞാൻ എൻ്റെ കുളിയും കഴിഞ്ഞിട്ട് അവിടെ അകത്തങ്ങോട്ട് ഇരുന്നു. അങ്ങനെ കുറച്ച് ഉച്ചയായപ്പോൾ കുറച്ച് ചോറൊക്കെ എടുത്ത് അങ്ങനെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന ജിലേബിയുടെ ബാക്കി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഏട്ടൻ വന്നു, ഏട്ടന് ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഇപ്പോൾ സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മിറ്റൊക്കെ അടിച്ചു വരാനുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് വേണം മിറ്റടിച്ചു വരി കഴിഞ്ഞിട്ട് വേണം പൂമ്പാറ്റേനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. അപ്പം ഞാൻ വേഗം മിറ്റടിച്ചോരെല്ലാം അങ്ങോട്ട് കഴിക്കുകയാണ്. മിറ്റൊക്കെ അങ്ങനെ അടിച്ചു വരി.
അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയണത് കുറച്ച് തുണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ മുറ്റത്ത് ഉണക്കിയ തുണികൾ ഇന്ന് കഴുകിയിട്ടത് അതിനെടുത്തിട്ട് വേഗം ഞാൻ എത്തിക്കി ഇട്ടു കേട്ടോ. അവളെ കൂട്ടി വരുമ്പോഴേക്കും മഴ പെയ്താലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ അവളെ കൂട്ടിയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കടയിലേക്ക് ഒന്ന് പോകാനുണ്ടായിരുന്നു. കടയിലേക്ക് പോയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ അതാ അവളുടെ സ്ഥിരം പരിപാടി കേട്ടോ, അവിടുത്തെ ആ ആട്ടുംകുട്ടികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ആട്ടുംകുട്ടികൾ അവളെ കണ്ടതും ഓട്ടം ഓടിയിട്ടോ. ആ ആട്ടുംകുട്ടികൾ ഓരോരുത്തിൽ പുല്ല് പോലും മുളകില്ല, അങ്ങനെ ഓടിയാ വിറ്റ. എന്നിട്ട് അങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അവൾക്ക് 4 മണിക്ക് ഞാൻ മാഗി ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ഒരു സവാളയൊക്കെ അരിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു കുറച്ച് എണ്ണയിൽ വഴറ്റിയിട്ട് കടുകൊക്കെ പൊട്ടിച്ച് എണ്ണയിൽ വഴറ്റിയിട്ടാണ് ഞാൻ മാഗി ഉണ്ടാക്കണത് കേട്ടോ. മറ്റേത് ഞാൻ വെറുതെ എന്താ പറയുക 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുക, 2 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, വെറുതെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മസാലപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുക. പക്ഷെ എൻ്റെ ഏട്ടന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ, കുറച്ച് വെജിറ്റബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ഇവൾക്കും അതുപോലെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. മഴ പെയ്താലോ എന്ന് പേടിച്ചിട്ട് വന്നത് ഞാൻ അവളെ കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ ഉണ്ടാക്കിയതും കൊടുക്കണതും ഒക്കെ കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. ഞാൻ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സമയത്താണ് കേട്ടോ മഴ പെയ്തത്. പിന്നെ വൈകുന്നേരം ഒരു 7 മണി ആയപ്പോഴേക്കും ഇതാ നമ്മളുടെ വീട്ടിലത്തെ കറണ്ട് പോയിരിക്കണം കേട്ടോ. പോസ്റ്റുമ്പോൾ കറണ്ട് ഉണ്ട്, പക്ഷേ വീടിനകത്ത് കറണ്ട് ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇവിടെ 2-3 വീട്ടിൽ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഇതാ പേരക്കായും അതുപോലെ തന്നെ മാങ്ങയും കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോഴൊന്നും കറണ്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 8:45 ആയപ്പോഴേക്കും കറണ്ട് വന്നു കേട്ടോ. കറണ്ടും വെളിച്ചമില്ലാത്തത് കൊണ്ട് തന്നെ ഏട്ടൻ വന്നതിന് ശേഷമുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു കുഞ്ഞു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്.